അധികം കഷ്ണങ്ങളൊന്നുമില്ലാതെ സിമ്പിളായിട്ട് വേഗം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാർ നോക്കിയാലോ. ഈ സദ്യക്കൊക്കെ വിളമ്പത്തില്ലേ, അതേപോലെ ഇരിക്കുവേ. 1 കപ്പ് പരിപ്പ് പച്ചമുളകും ഉപ്പും ചേർത്ത് കുക്കറിൽ നല്ലോണം വേവിച്ചെടുത്തതാണ്. അത് ഞാൻ സാമ്പാർ വെക്കാൻ ഉദ്ദേശിച്ച പാത്രത്തിലോട്ട് പകർത്തിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ആകെ ഇത്രയും കഷ്ണങ്ങളേ ഉള്ളൂ. ഒരു കുഞ്ഞു കഷ്ണം മത്തനും കുമ്പളങ്ങയും ചെറിയ 2 ക്യാരറ്റും ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങും കൂടി എടുത്തിട്ടുണ്ട്. ഒരു 4 ബീൻസും ഒപ്പം അതിനോടൊപ്പം തന്നെ 2 സവാളയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ആ സവാള മാത്രം മാറ്റിയിട്ട് ഇതെല്ലാവരും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഒന്ന് വെന്താൽ മതി. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി. അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കാളും 2 സവാളയും 4 പച്ചമുളക് കീറിയതും കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ പാക്കറ്റ് സാമ്പാർ പൊടിയല്ല ഉപയോഗിക്കുന്നത്. 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ കാശ്മീരി ചില്ലിയുടെ പൊടിയും കൂടിയാണ് ഉപയോഗിക്കുന്നത്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഉലുവാപ്പൊടി, 1.5 സ്പൂണോളം കായം പൊടി, ഒരു 2 ചെറിയ സ്പൂണോളം ഉഴുന്ന് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനതങ്ങനെ പൊടിച്ചപ്പോഴും ഫ്രിഡ്ജിലെടുത്ത് വെക്കും. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചീത്തയിപ്പോവും. ഫ്രിഡ്ജിൽ അങ്ങനെ എടുത്ത് വെക്കാറുണ്ട് സാമ്പാറിന് വേണ്ടിയിട്ടോ. ഒത്തിരി കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചീനച്ചട്ടിയിൽ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഒരുപാട് മൊരിയരുത്, വെറുതെ ഒന്ന് ചൂടായാൽ മതി. നേരിയ ചൂടിൽ ഒന്ന് ചൂടാക്കിയത് അത് ഇതിനകത്തോട്ട് പകർത്താം. അതും കൂടി ഇട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കാളും തക്കാളിയും വെണ്ടയ്ക്കയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. 2 തക്കാളിയും ഒരു 4-5 വെണ്ടയ്ക്ക അരിഞ്ഞതും കൂടിയാണ് എൻ്റെ കയ്യിൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതും കൂടി ഇട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളി പിഴിഞ്ഞ് അതിനകത്തോട്ട് ഒഴിക്കണമായിരുന്നു. ഒരുപാട് പുളി വേണ്ട. ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തിരി നേരം ഫോണിൽ കടിച്ചപ്പോൾ അതെടുത്ത് കളഞ്ഞിട്ടുണ്ട്. 1/2 സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. പരിപ്പിട്ട് വെച്ചേക്കണ കാരണം കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് കുറുകി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നീട്ടിയാണ് സാമ്പാർ എടുത്തേക്കുന്നത്. ചൂടാറി കഴിയുമ്പോൾ കറക്റ്റ് പാകത്തിന് വരും. ഒരു ഇത്തിരി വെളിച്ചെണ്ണയിൽ കടുകും പൊട്ടിച്ച് അത് പൊട്ടിക്കഴിയുമ്പോൾ ഒരു 2-3 വറ്റൽമുളകും കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് താളിച്ചെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ വേണേ. മൂത്ത് വരുമ്പോഴേക്കാളും അത് ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുമ്പോഴേക്കാളും കുറച്ച് മല്ലിയില, ഞാൻ ഇത്തിരി കൂടുതൽ മല്ലിയില എടുത്തിട്ടുണ്ട്. സാമ്പാറിന് നല്ല മണമാണ്. സദ്യക്കൊക്കെ വിളമ്പത്തില്ലേ, ആ ഒരു സ്മെല്ലാണ് സാമ്പാറിന് തന്നെ. എപ്പോഴും ഞാനിവിടെ സാമ്പാർ ഉണ്ടാക്കുന്നത് ഈ പൊടികൾ ഈ ഒരു കൂട്ടായിട്ടാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത്. ഞാൻ ഇങ്ങനെ കടകളിൽ നിന്നുള്ള സാമ്പാറിൻ്റെ പൊടി വാങ്ങാറില്ല. മല്ലിയിലയും കൂടി ചേർത്തിട്ട് കുറച്ച് നേരം അടച്ചു വെക്കുക. ഒന്ന് ചൂടൊന്ന് ആറാൻ വേണ്ടി, ആ മല്ലിയിലയുടെയൊക്കെ മണമൊക്കെ അതിനകത്ത് വരാൻ വേണ്ടി അടച്ചു വെക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഊണ് വിളമ്പിയാലോ. ക്യാബേജ് തോരൻ വെച്ചതും കൂടി ഉണ്ട്. ഉച്ചക്കലത്തേക്ക് വേണ്ടി ഞാൻ വെച്ചതാണ്. സാമ്പാറും പപ്പടവും കൂട്ടി അങ്ങനെ നമുക്ക് ഊണ് കഴിക്കാം. എൻ്റെ ഡാഡിക്ക് ഞാൻ വെക്കുന്ന ഈ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും എന്നോട് പറയാറുണ്ട് ഇതൊന്ന് വെക്കാനായിട്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ വെക്കാറുമുണ്ട് ഇത്. ഈ സാമ്പാർ പൊടിയുടെ കൂട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.